ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ചാനലുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ഒരു ടോപ്പിക്കാണ് സ്പോർട്സ് ട്രെയിനിങ്. ഓക്കെ, ഏതൊരു സബ്ജക്റ്റിനും മറ്റ് പല സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ട്. സാധാരണ എല്ലാവരും പറയും ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ എന്താ ഓടിയാൽ മതി ചാടിയാൽ മതി. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒരു ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ മറ്റ് പല ശാസ്ത്ര ശാഖയുമായിട്ട് ബന്ധം വേണം. ഒരു ബോൾ എറിയണമെങ്കിൽ തന്നെ അത് ഏത് ആംഗിളിൽ എറിയണം, ഏത് റൂൾ, ഏതൊക്കെ പല റൂൾസ് ഉപയോഗിച്ചാണ് അത് ത്രോ ചെയ്യുന്നത്. അതിൻ്റെ ആ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പോർട്സ് ട്രെയിനിങ് എന്നതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ സ്പോർട്സ് ട്രെയിനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കുന്നതിന് ചെറിയ ഒരു കോഡ് ഞാൻ പറയാം. CPAPORTIR. ഇപ്പൊ നമ്മള് കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല. അപ്പൊ ഇത് ഓർത്താൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ CP, പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി. Okay, then principles of progression of load. ഈ രണ്ടെണ്ണത്തിലും എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഒരു ഗ്യാപ്പ്, വീണ്ടും 4 ദിവസം, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതാണ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി. ഒരു കാലം ഘട്ടം, അതായത് ഒരു ഓർഡറോട് കൂടിയേ നമ്മൾ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കാവൂ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് 4 ദിവസം ട്രെയിനിങ്ങിന് വരാൻ പറ്റും, പിന്നെ 5 ദിവസം എനിക്ക് ഒരു യാത്രയുണ്ട്, അതുകൊണ്ട് ഒരു ഫലമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ പ്രോഗ്രഷൻ ഓഫ് ലോഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രഷൻ ഓഫ് ലോഡിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ലോഡ് കൊടുക്കാൻ പാടില്ല. കുറച്ചായിട്ട് ലോഡ് പ്രോഗ്രസ് ചെയ്ത് വേണം ലോഡിന്റെ അളവ് കൂട്ടാൻ എന്നാണ് പ്രോഗ്രഷൻ ഓഫ് ലോഡിൽ പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ ഒരു ട്രെയിനർ ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. ട്രെയിനറിന് തോന്നും പോലെ അയാൾക്ക് കൊടുത്തു, അയാൾ വെറുതെ അങ്ങ് ആർക്കോ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. അയാൾ ആ ചെയ്യുന്ന ആക്ടിവിറ്റിയില് ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ ഉദ്ദേശിക്കുന്നത്. വെറുതെ ട്രെയിനിങ് തരുന്നു, ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ, ആക്റ്റീവ് അല്ലാതെ 5 റൗണ്ട് ഓടാൻ പറയുന്ന അതേ കണ്ടീഷൻസ് ഉപയോഗിക്കാതെ, സ്പീഡിൽ ഓടാൻ പറഞ്ഞാൽ സ്പീഡിൽ തന്നെ ഓടുക, സ്ലോയിലാണെങ്കിൽ സ്ലോയില്, അല്ലാതെ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്മുടെ ട്രെയിനിങ് കൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല എന്നാണ് ഈ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാണോ അവിടെ ആക്ടിവിറ്റി ചെയ്യുന്നത് അയാളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാവണം എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ട്രെയിൻ. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ആളെ ഉദ്ദേശിച്ചാണ്. പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിരിക്കണം ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ. രാവിലെ ഉണർന്നു വരുന്നു, അയാളെ കാണുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ളത് അങ്ങ് കൊടുക്കുന്നു, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. വെൽ പ്രിപ്പയർ ആയിരിക്കണം. ഇപ്പോൾ ഒരു വലിയ ഇന്റർനാഷണൽ ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മീറ്റിന് വേണ്ടി ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര ദിവസം ഏതൊക്കെ ആക്ടിവിറ്റി കൊടുക്കണമെന്ന് പ്രീ പ്ലാൻഡ് ആയിരിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർലോഡ്. ഇതിൽ പറയുന്നത് നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നു, അത് കുറേ നാൾ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഒരു ഗുണമില്ല. അയാൾക്ക് ഒരു ലെവൽ കഴിയണമെങ്കിൽ ഓവറായിട്ട് ഒരു ലോഡ് കൊടുക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർലോഡിൽ പറയുന്നത്. ഇനി ഓവർലോഡ് എന്ന് പറയുന്നത് വേറൊരു ടോപ്പിക് ഉണ്ട്, അത് ഓവർലോഡ് കൊടുക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ അത്
ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർലോഡ് ആണ്. ആ ഓവർലോഡ് ഈ ഓവർലോഡ് മാറിപ്പോരുത്. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർലോഡ് ആണ്. ഓവർലോഡ് മാത്രമായിട്ട് സ്പോർട്സ് ട്രെയിനിങ്ങിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഈ സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ പ്രിൻസിപ്പിൾസിൽ പെടുന്നതല്ല. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് റിക്കവറി. റിക്കവറിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാൾക്ക് ആക്ടിവിറ്റി കൊടുക്കുന്നു, അയാൾ ചെയ്യുന്നു, അതിൽ നിന്നും പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ട് അടുത്ത ആക്ടിവിറ്റി കൊടുക്കാവൂ എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ടിഡിഎം. പ്രിൻസിപ്പിൾസ് ഓഫ് ടിഡിഎം പറയുന്നത് നമ്മൾ ഒരാളെ ബോർ അടുപ്പിച്ചുകൊണ്ട് ഒരിക്കലും ആക്ടിവിറ്റി കൊടുക്കാൻ പാടില്ലെന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടിഡിഎത്തിൽ പറയുന്നത്. അയാളുടെ വിരസത ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സ്പോർട്സ് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ടിഡിഎം. ദെൻ എയ്ത്ത് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 10 പേർക്ക് ഒരുമിച്ച് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ അതില് ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ചിലപ്പോ നമ്മള് 100 മീറ്ററിന് കൊടുക്കുന്ന ആളുടെ ട്രെയിനിങ് ആയിരിക്കില്ല ഹൈ ജമ്പിന്റെ ആളിന് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസ് ട്രെയിനിങ് കൊടുക്കുമ്പോഴായാലും അയാൾ ഏതൊക്കെ ഗെയിമിനാണോ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഈവെന്റിനാണോ പങ്കെടുക്കുന്നത് എന്നുള്ളതും അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ പെടുന്നതാണ്. അതായത് നമ്മൾ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസിന് മുൻഗണന കൊടുക്കണം എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ദെൻ 9th വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് റിവേഴ്സിബിലിറ്റി. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിനായാലും ബോൺസിനായാലും ഒരു ടോണിങ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ എക്സസൈസ് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അതിന് പഴയതുപോലെ ഒരു റിലാക്സേഷൻ പീരീഡ്, റിവേഴ്സിബിലിറ്റി പീരീഡ് ഉണ്ട് എന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിവേഴ്സിബിലിറ്റിയിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 5 കിലോ വെയിറ്റ് അല്ലെങ്കിൽ ഡംബൽ എക്സസൈസ് കുറെ സമയം ചെയ്യുന്ന സമയത്ത് ഉള്ള മസിൽ ടോൺ ആയിരിക്കില്ല അത് കഴിഞ്ഞു വരുന്നത്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിവേഴ്സിബിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, ഈ 9 പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോഴുള്ള ലോഡിനെ കുറിച്ചാണ്. ലോഡ് 2 തരത്തിൽ വരുന്നുണ്ട്. എക്സ്റ്റേണൽ ലോഡ് ആൻഡ് ഇന്റേണൽ ലോഡ്. ട്രെയിനിങ് ലോഡ് എന്ന് പറയുന്നത് ബോഡിയിൽ 2 തരത്തിൽ വരുന്നു. ഒന്ന് എക്സ്റ്റേണൽ ലോഡ് ആൻഡ് ഇന്റേണൽ ലോഡ്. ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. ഇപ്പോൾ 100 മീറ്റർ ഓടുന്നു അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ട്രെയിനിങ്ങില് പല സ്റ്റേഷനിലായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, അത് എക്സ്റ്റേണൽ ലോഡിൽ വരുന്നതാണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ദെൻ ഇന്റേണൽ ലോഡിൽ വരുന്നത് നമ്മുടെ പൾസ് റേറ്റ് കൂടുന്നു, ദെൻ ഹാർട്ട് റേറ്റ് കൂടുന്നു, ഇതൊക്കെ ഇന്റേണൽ ലോഡിൽ വരുന്നു. ഇത് ഞാൻ പറയുന്ന ഓരോ സിമ്പിൾ കാര്യങ്ങൾ പോലും നിങ്ങൾ കെയർഫുള്ളി ശ്രദ്ധിക്കുക. കാരണം ഈ ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഇതായിരിക്കും ചോദിക്കുന്നത് PSCക്ക്. ഇപ്പൊ നമ്മൾ ഒരു സ്പോർട്സ് ട്രെയിനിങ് ലോഡില് എക്സ്റ്റേണൽ ലോഡിൽ വരുന്നത് ഇതിൽ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക ഓരോന്നും. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഒരു ട്രെയിനിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അത് പ്രധാനമായിട്ടും ഘടകങ്ങളെന്ന് പറയുന്നത് ട്രെയിനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ട്രെയിനിങ് വോളിയം ആൻഡ് ട്രെയിനിങ് ഇന്റൻസിറ്റി. ഓക്കെ, ഇതില് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എത്രത്തോളം തീവ്രതയേറിയതാണ്, അയാൾക്ക്
കഠിനമുള്ളതാണോ അതോ ഈസി ആയിട്ടുള്ളതാണോ, അതാണ് പറയുന്നത് തീവ്രത. ഒരാൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ തീവ്രതയാണ്. ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്. ദെൻ വോളിയം എന്ന് പറയുന്നത് ഒരാൾക്ക് കൊടുക്കുന്ന ആ ട്രെയിനിങ്ങിന്റെ അളവാണ്. ഇപ്പൊ 500 മീറ്റർ അളവ്, ആ എത്രത്തോളം അളവ് കൊടുത്തു, ഇതിപ്പോ 50 റെപ്പറ്റീഷൻ കൊടുത്തോ അല്ലെങ്കിൽ 10 റെപ്പറ്റീഷൻ കൊടുത്തോ, അതാണ് നമ്മള് ട്രെയിനിങ് ഫീൽഡിലുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോ എത്രത്തോളമാണ് ഒരാൾക്ക് കൊടുത്ത ട്രെയിനിങ്ങിന്റെ അളവ് എന്നതാണ് ട്രെയിനിങ് വോളിയം എന്നതിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ ട്രെയിനിങ് ഇന്റൻസിറ്റിയിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എത്ര തീവ്രതയേറിയ പ്രാക്ടീസ് ആയിരുന്നു ഈ കഴിഞ്ഞത് എന്നത്. അപ്പൊ ഇതൊക്കെ അനുസരിച്ചായിരിക്കണം ഒരു ട്രെയിനർ ഒരു അത്ലറ്റിനായാലും ഒരു ടീമിനായാലും നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇനി ട്രെയിനിങ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 2 രീതിയിലാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒന്ന് ലീനിയർ മെത്തേഡ്, ദെൻ സ്റ്റെപ്പ് മെത്തേഡ്. ലീനിയർ മെത്തേഡിൽ എന്ന് പറയുന്നത് ഓരോ പരിശീലന വേളകളിലും നമ്മൾ ലോഡിന്റെ അളവ് കൂട്ടി വരുന്നതാണ് ഈ ലീനിയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ പരിശീലന വേളകളിലും ഈ ട്രെയിനിങ് ലോഡ് കൂട്ടിക്കൊണ്ടുവരുന്നു. ഓക്കെ. എന്നാൽ സ്റ്റെപ്പ് മെത്തേഡിലാണെങ്കിൽ ഇത് ഒരു പരമ്പരാഗത രീതിയാണെന്ന് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് മെത്തേഡിനെ വിശേഷിപ്പിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം വരെ ഒരേ രീതിയിലായിരിക്കും ട്രെയിനിങ്, അടുത്ത ഘട്ടത്തിലായിരിക്കും പിന്നെ ട്രെയിനിങ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടമായിട്ടായിരിക്കും ട്രെയിനിങ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇന്ന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്, ദെൻ ട്രെയിനിങ് ലോഡ്, ഏതൊക്കെ രീതിയിലാണ് ലോഡ് ഒരു ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നത്, ഇന്റേണൽ ലോഡ്, എക്സ്റ്റേണൽ ലോഡ്, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പോർട്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വോളിയം, ഇന്റൻസിറ്റി, ഈ 2 കാര്യങ്ങളുമാണ് സ്പോർട്സ് ട്രെയിനിങ്ങിലെ ബോഡി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ മെത്തേഡ്, സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ പ്രോഗ്രഷൻ, മെത്തേഡ്സ് ഓഫ്, ഇതാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഇൻ പ്രോഗ്രഷൻ ഓഫ് ലോഡിലുള്ള ഏതൊക്കെ മെത്തേഡ് എന്ന് 2 ടൈപ്പ് എന്ന് പറയുന്നു, ലീനിയർ മെത്തേഡ് ആൻഡ് സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2017 ക്വസ്റ്റ്യൻ ഒന്നിങ്ങനെയായിരുന്നു, എയിംസ് ഓഫ് സ്പോർട്സ് ട്രെയിനിങ് ഈസ് ദാറ്റ്. സ്പോർട്സ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓപ്ഷൻസ് പറയുന്നില്ല. അതില് അന്നത്തെ ആൻസർ എങ്ങനെയായിരുന്നു, ഇംപ്രൂവ്മെന്റ് ഓഫ് സ്പോർട്സ് പെർഫോമൻസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് സ്പോർട്സ് പെർഫോമൻസ്, അതായിരുന്നു അതിന്റെ ആൻസർ. ദെൻ ട്രെയിനിങ് ലോഡിന്റെ ഭാഗമായി അംഗീകരിക്കാത്ത ഘടകം. ട്രെയിനിങ് ലോഡിന് 1-2 ഘടകങ്ങൾ പറയുന്നുണ്ട്. അതിൽ അംഗീകരിക്കാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻസ് ഇന്റൻസിറ്റി, വോളിയം, ഡെൻസിറ്റി, ആഹാരക്രമം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്ഷനിൽ പെടാത്തതെന്ന് പറഞ്ഞാൽ ആഹാരക്രമമാണ്. ആഹാരക്രമം അത് വ്യായാമത്തിലൂടെയുള്ള ശരിയായ ഫലം കിട്ടുന്നതിന് നാം ചെയ്യേണ്ടത്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. പുതിയ കൂട്ടുകെട്ടുകൾ, വ്യത്യസ്തമായ പരിശീലന പരിപാടികൾ, വിരസമായ ഘടകങ്ങൾ ഒഴിവാക്കുക. അതിൽ ആൻസർ എന്ന് പറയുന്നത് സ്ഥിരമായ അഭ്യാസത്തിന് നിർബന്ധിക്കുക. നമ്മളിപ്പോ സ്പോർട്സ് ട്രെയിനിങ്ങുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പോർട്സ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ഓപ്ഷനിൽ കാണും. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചെഴുതേണ്ടിയായിരിക്കും. ഇപ്പൊ ഈ ഓപ്ഷൻസ് ഞാൻ വായിച്ചതാണ്. കാരണം ഈ ഓപ്ഷൻസില് പുതിയ കൂട്ടുകെട്ടുകൾ പരീക്ഷിക്കുക, അത് സ്പോർട്സ് ട്രെയിനിങ്ങായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ഒരു വ്യായാമത്തിലൂടെയുള്ള ശരിയായ ഫലം കിട്ടുന്നതിന് നാം എന്ത് ചെയ്യണം എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കൂട്ടുകെട്ടുകൾ കൂടുന്നതിലൂടെ നമുക്ക് വ്യായാമത്തിലൂടെ ഒരു ഫലവും കിട്ടില്ല, അതാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. കായിക അധ്യാപകർ കായിക ചര്യ പഠിപ്പിക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് കൈവരിക്കുന്നത്? അതിൽ ഞാൻ ഈ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഒരു ബന്ധവുമില്ലാത്ത 3 ടോപ്പിക് ഉണ്ട്. ദെൻ വിദ്യാർത്ഥികളുടെ സ്നേഹം. അപ്പോൾ നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമ്മൾ ഒരു ചിന്തിച്ചെഴുതേണ്ട കുറെ ക്വസ്റ്റ്യൻസും കൂടെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്.
താഴെ പറയുന്നവയിൽ ഒരു താരത്തിന്റെ കായിക പ്രകടനത്തെ മെച്ചപ്പെടുത്തുന്നതിൽ ഏറ്റവും അധികം നേരിട്ട് സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ. ഇതിൽ ഘടകങ്ങൾ ഇങ്ങനെയാണ്: കളി നിയന്ത്രണവും അനുബന്ധ സൗകര്യങ്ങളുമാണ് ആ ഘടകങ്ങൾ എന്ന് പറയുന്നു. പരിശീലന രീതികളും ആ ഘടകങ്ങൾ ആണെന്ന് പറയുന്നു. കായിക ഭരണവും നയങ്ങളുമാണ് ആ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നു. ദെൻ അധ്വാന ഭാരവും അതിന്റെ ക്ഷീണത്തിൽ നിന്നുള്ള പൂർണ്ണമായ മുക്തിയുമാണെന്ന് പറയുന്നു. ഇതിൽ ഓപ്ഷൻ വായിച്ചിട്ട് എഴുതുക. ആൻസർ എന്ന് പറയുന്നത് അധ്വാന ഭാരവും അതിന്റെ പൂർണ്ണമായിട്ടുള്ള മുക്തിയും എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പ്രിൻസിപ്പിൾസ് ഓഫ് സ്പോർട്സ് ട്രെയിനിങ്ങിലാണ് വരുന്നത്. ഇതിപ്പം ഞാൻ കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു പോയി. പക്ഷെ നിങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ HS മലയാളത്തിലൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് ആലോചിച്ച് തന്നെ എഴുതുക. ഓക്കെ. ഓരോ പരിശീലന വേളയിലും അധ്വാന ഭാരം കൂട്ടുന്ന തരത്തിലുള്ള പരിശീലന രീതിയെ എന്ത് വിളിക്കുന്നു? ആൻസർ ലീനിയർ ലോഡ് മെത്തേഡ്.